റിപ്പോർട്ടർ ബിഗ് ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്ത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ടാറ്റു സംഘങ്ങൾ. കൊച്ചി നഗരത്തിലെ തെരുവുകളിൽ അനധികൃത ടാറ്റു തൊഴിലാളികൾ സജീവം. ഒരേ സൂചി ഉപയോഗിച്ച് ടാറ്റു ചെയ്യുന്നത് ഒന്നിലേറെ പേർക്ക്. അപകടം വിളിച്ചു വരുത്തുന്ന ടാറ്റു കുത്തൽ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. ടാറ്റു ചെയ്യുകയെന്നത് ഇപ്പോഴൊരു ട്രെൻഡാണ്. എന്നാൽ അനധികൃതമായി യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ പ്രവർത്തിക്കുന്ന ടാറ്റു സംഘങ്ങൾ വളരെ സജീവവുമാണ്. കൊച്ചി മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ട്രെൻഡിനൊപ്പം പിടിക്കുന്ന തട്ടിപ്പ്. താൽക്കാലികമായി സീൽ ചെയ്യുന്ന ടാറ്റുകളാണ് ഇവിടെ നിരത്തി വച്ചിരിക്കുന്നത്. പെർമനന്റ് ഡിസൈനുകൾ വേറെയുമുണ്ട്. തൊഴിലാളികളെല്ലാം ഇതര സംസ്ഥാനക്കാർ. ടാറ്റു ചെയ്യാൻ എന്ന പേരിൽ ഞങ്ങൾ സംഘത്തിൽ ഒരാളെ സമീപിച്ചു. ഡിസൈൻ തെരഞ്ഞെടുത്തതോടെ ടാറ്റു ചെയ്യാനുള്ള ഗൺ പുറത്തെടുത്തു. ഒരു തവണ ഉപയോഗിച്ച സൂചി മാറ്റാതെ ടാറ്റു ചെയ്യാനായിരുന്നു ആദ്യ ശ്രമം. സൂചി മാറ്റുന്നില്ലേ എന്ന് ചോദിച്ചതോടെ ബാഗിൽ നിന്നും മറ്റൊന്നെടുത്തു. ടാറ്റു ഗണ്ണിൽ സൂചി ഘടിപ്പിക്കുന്നത് കൂടി കാണാം. പല്ലുകൊണ്ട് കടിച്ച് വളഞ്ഞ സൂചി നേരെയാക്കുന്നു. ചെറിയ തുകയ്ക്ക് ടാറ്റു ചെയ്യാം എന്നതാണ് ആളുകളെ ആകർഷിക്കുന്നത്. അപകടം മനസ്സിലാക്കാതെ പലരും എത്തുന്നു. ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കുന്നില്ല. എന്തിന് ലൈസൻസ് പോലുമില്ല. HIV ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾ പടരാനുള്ള അപകടകരമായ സാഹചര്യമൊരുക്കുകയാണ് ഇത്തരം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ടാറ്റു സംഘങ്ങൾ. ഇവരെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മറൈൻ ഡ്രൈവിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് റിജോ വൈ രാജുവിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ കൊച്ചി. രാംഷാ CP നമ്മളോടൊപ്പം തത്സമയം വിവരങ്ങളുമായി ചേരുകയാണ്. രാംഷാ, ശരിയാണ്, എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ, നമുക്ക് ഇഷ്ടമുള്ള കോഡ്സ്, ഇതൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നല്ല നല്ല ചിത്രങ്ങൾ, വളരെ ലൈറ്റായ ഡിസൈൻ, ഇതൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സുരക്ഷ ഏറ്റവും പ്രധാനമാണല്ലോ. എങ്ങനെയാണ് ഇത്ര പബ്ലിക്കായി യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും പാലിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? മധു, അതുതന്നെയാണ്. കൊച്ചിയിലെ പല ഭാഗങ്ങളിലും ഇത്തരം അനധികൃത ടാറ്റു സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഇവർ കേന്ദ്രീകരിക്കുന്ന ഒരു ഭാഗം കൊച്ചി മറൈൻ ഡ്രൈവിന്റെ വാക്വേ ആണ്. അവിടെ നിന്നാണ് നമ്മൾ പകർത്തിയ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അവിടെ ടാറ്റു ചെയ്യാൻ എന്ന വ്യാജാനിയാണ് ഞങ്ങൾ അവരെ സമീപിച്ചത്. അപ്പോൾ ഉള്ള ഭയാനകമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഒരു തരത്തിലുമുള്ള സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിക്കാതെ, ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രോട്ടോകോളുകൾ ഒന്നും പാലിക്കാതെയാണ് ഇത്തരം സംഘങ്ങൾ ഇവിടെ ടാറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ടാറ്റു ചെയ്യാനുള്ള ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ടാറ്റു ഗൺ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അത്തരം ടാറ്റു ഗണ്ണുകൾ ഇപ്പോൾ എവിടെയും ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഈ വിദഗ്ധരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ഇടയുള്ള ഒരു പഴകിയ ഗണ്ണാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമല്ല, ഇവർ ഉപയോഗിക്കുന്ന നീഡിലുകൾ, സൂചികൾ, അത് ഒരു തരത്തിലുമുള്ള ഗുണനിലവാരവും ഇല്ലാത്ത സൂചികളാണ് ഇവർ ഉപയോഗിച്ചു പോകുന്നത് എന്ന് മാത്രമല്ല, അത് എങ്ങനെയാണ് ഈ ടാറ്റു ഗണ്ണുമായി ഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അവർ വായിൽ ഇട്ട് കടിച്ച്, പല്ലുകൊണ്ട് കടിച്ചു ഒക്കെയാണ് ഈ നീഡിലുകൾ ഈ ഗണ്ണുമായി ഘടിപ്പിക്കുന്നത്. അത്തരത്തിൽ ഒരു വിധത്തിലുമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ, ഒരു തരത്തിലുമുള്ള ആരോഗ്യ പ്രോട്ടോകോളുകൾ ഇവർ പാലിക്കുന്നില്ല എന്നതാണ്. ഇതിനുശേഷം പിന്നീട് വീണ്ടും മറ്റൊരു ദിവസം നമ്മൾ അതേ സ്ഥലത്ത് ഇവരെ തേടി പോവുകയുണ്ടായി. ആ സമയത്ത് ഇവിടെ ടാറ്റു ചെയ്യാൻ എത്തുന്ന ആളുകൾ, അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ടാറ്റു ചെയ്യാൻ എത്തുന്നുണ്ട്. അത് ഒരാൾക്ക് ചെയ്ത ടാറ്റു ചെയ്യാൻ ഉപയോഗിച്ച നീഡിലുകൾ തന്നെ പിന്നീട് പലർക്കും ഉപയോഗിക്കുന്നു എന്നത് നമ്മൾ അവിടെ നിന്ന് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ആരോഗ്യ പ്രോട്ടോകോളുകൾ പാലിക്കാതെ അനധികൃതമായി ഇത്തരം സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുമ്പോഴും കൊച്ചി കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. നമ്മൾ റിപ്പോർട്ടർ TV തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപ് പുറത്തുവിട്ടൊരു വാർത്തയാണ് പെരുമ്പാവൂരിലെ HIV വ്യാപനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങളിലൂടെ മാത്രമല്ല, ഇത്തരം ചില കാര്യങ്ങളിൽ കൂടിയും ഈ HIV ഉൾപ്പെടെയുള്ള മാരകമായ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട് എന്നിരിക്കെയാണ് ഈ അനധികൃത ടാറ്റു സംഘങ്ങളെ നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനങ്ങളും തയ്യാറാകുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഉള്ളത്. മധു,
ശരി, റംഷാണ് വിവരങ്ങൾ നൽകിയത്. എത്ര ഗൗരവതരമായ കാര്യമാണ് എന്ന് നോക്കൂ. നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് പുലർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അതിനെയൊക്കെ അട്ടിമറിക്കുന്ന തരത്തിൽ ഇത്തരം നിലപാടുകൾ ഉണ്ടാകുന്നത് നമ്മൾ എന്തായാലും പ്രതിരോധിക്കേണ്ട ഒരു കാര്യമാണ്.